നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും വ്യത്യസ്തമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കോൺഗ്രസുകാർ നാടിനും ജനങ്ങൾക്കുമൊപ്പം നിലകൊള്ളണം. KSBA തങ്ങളുടെ സ്ഥാനം ജനഹൃദയങ്ങളിൽ. പട്ടാമ്പിയിൽ KSBA തങ്ങൾ അനുസ്മരണ സമ്മേളനം. വടാനംകുറിശി മീഞ്ചിത്തറ പ്രദേശത്തെ ക്വാറി പ്രവർത്തനം നിരോധിക്കണമെന്ന ആവശ്യം ശക്തം. ക്വാറി പ്രവർത്തിക്കുന്ന കുന്നിൻ മുകളിൽ നിന്ന് കഴിഞ്ഞ രാത്രി ഉഗ്രശബ്ദം കേട്ട് ഞെട്ടിയുണർന്നതായി നാട്ടുകാർ. മൈനിങ് ആൻഡ് ജിയോളജി റവന്യൂ വകുപ്പുകൾ സ്ഥലത്ത് പരിശോധന ആരംഭിച്ചു. പരിശോധന പഞ്ചായത്ത് അധികൃതരുടെയും പോലീസിന്റെയും സാന്നിധ്യത്തിൽ. ഷൊർണൂരിൽ ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴയുടെ റിവർ യൂത്ത് പാർലമെന്റ്. നിളയോരത്തെ യുവജന സംഘടനകളെയും വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ച് യൂത്ത് പാർലമെന്റ് നടത്തിയത് സംഘടനയുടെ 5ാം വാർഷികത്തോടനുബന്ധിച്ച്. ഭാരതപ്പുഴ പുനരുജ്ജീവനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തു. പിതൃസ്മരണയിൽ കർക്കിടക വാവുബലി തർപ്പണം. പാലക്കാട്, തൃശൂർ ജില്ലകളിലെ പുണ്യകേന്ദ്രങ്ങളിൽ ആയിരങ്ങൾ ബലിതർപ്പണം നടത്തി. പുലർച്ചെ ആരംഭിച്ച ചടങ്ങുകൾക്ക് സമാപനമായത് രാവിലെ 10:30-ഓടെ. പ്രതികൂല കാലാവസ്ഥയിൽ നദീതീരങ്ങളിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത് കനത്ത സുരക്ഷാ സംവിധാനങ്ങളോടെ. വാർത്തകൾ വിശദമായി. രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും ഒന്നാണെന്നും അത്തരത്തിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ച അപൂർവം നേതാക്കളിൽ ഒരാളായിരുന്നു KSBA തങ്ങളെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നാടിനോടും ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കേണ്ടവരാകണം കോൺഗ്രസുകാരെന്നും അദ്ദേഹം പറഞ്ഞു. പട്ടാമ്പിയിൽ KSBA തങ്ങൾ 1ാം അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. പട്ടാമ്പിയുടെ വികസന കാര്യങ്ങളിലും പൊതുപ്രവർത്തനങ്ങളിലും നിറഞ്ഞുനിന്ന് പ്രവർത്തിച്ച ഒരു നേതാവായിരുന്നു KSBA തങ്ങൾ. ജനങ്ങളോടൊപ്പം എന്നും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമ കൂടിയായിരുന്നു തങ്ങളെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഏതു കാര്യങ്ങളിലും സധൈര്യം ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന അപൂർവം നേതാക്കളിൽ ഒരാളായിരുന്നു തങ്ങൾ. മാത്രമല്ല, എപ്പോഴും സജീവമായി നിന്നിരുന്ന ഒരു രാഷ്ട്രീയ നേതാവ്. അവസരങ്ങൾ ഒരുപാട് തേടിയെത്തിയപ്പോഴും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചിട്ടില്ലെന്നും സതീശൻ അനുസ്മരിച്ചു. നാടിനോടൊപ്പവും ജനങ്ങളോടൊപ്പവും നിറഞ്ഞുനിന്ന് പ്രവർത്തിച്ചൊരു നേതാവ് കൂടിയായിരുന്നു തങ്ങൾ. രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും ഒന്നു തന്നെയാണ്. അത്തരത്തിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ച അപൂർവം നേതാക്കളിൽ ഒരാളായിരുന്നു തങ്ങളെന്നും VD സതീശൻ പറഞ്ഞു. എപ്പോഴും സജീവമായി നിന്നിരുന്ന രാഷ്ട്രീയ നേതാവാണ്. പ്രസ്ഥാനത്തിലെ നമ്മൾ പലരെയും വിജയിപ്പിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ മുൻപന്തിയിൽ നിന്നിട്ടുണ്ട്. ഒരുപാട് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പ്രതിഷേധിച്ചിട്ടുണ്ട്. സാധാരണ മനുഷ്യനെ പോലെ പ്രതിഷേധിച്ചിട്ടുണ്ട്. ചുണ്ടിനും കപ്പിനും ഇടയിൽ നഷ്ടപ്പെട്ടു പോയ സ്ഥാനങ്ങളെ കുറിച്ചോർത്ത് വിഷമിച്ചിട്ടുണ്ട്. സങ്കടങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും താനൊരു പൊതുപ്രവർത്തകനാണ്, രാഷ്ട്രീയ പ്രവർത്തകനാണ് എന്നുള്ള ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. സാധാരണ മനുഷ്യരുടെ കൂടെ, അവരുടെ കൂടെ എപ്പോഴും സഞ്ചരിക്കുന്ന രാഷ്ട്രീയ നേതാവ്. ഞാൻ പലപ്പോഴും ചോദിക്കും, എന്താണ് രാഷ്ട്രീയ പ്രവർത്തനം? രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതിന് പൊതുപ്രവർത്തനവും സാമൂഹ്യ സേവനവും ജീവകാരുണ്യ പ്രവർത്തനവും എല്ലാം രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ്. തങ്ങളുടെ സ്മരണാർത്ഥം പട്ടാമ്പി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഏറ്റെടുത്ത് നിർമ്മാണം പൂർത്തീകരിച്ച ഭവനത്തിന്റെ താക്കോൽദാനം ചടങ്ങിൽ VK ശ്രീകണ്ഠൻ MP നിർവഹിച്ചു. നാടിന്റെ വികസന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും കൂടാതെ നടപ്പാക്കാനും പറയുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായി തന്നെ പൂർത്തീകരിക്കാനും ശ്രമിച്ച വ്യക്തിയായിരുന്നു തങ്ങളെന്ന് MP അനുസ്മരിച്ചു. ആത്മാർത്ഥതയും സത്യസന്ധതയും അദ്ദേഹത്തിന് പ്രധാനമാണ്. അത്തരത്തിൽ പട്ടാമ്പിയുടെ വികസന കാര്യത്തിലും തങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു എന്നും VK ശ്രീകണ്ഠൻ അനുസ്മരിച്ചു. പട്ടാമ്പിയിലെ പല മേഖലയും ഒരിക്കൽ പോലും പഞ്ചായത്തിലേക്ക് ജയിക്കും എന്നുള്ള പ്രതീക്ഷയും, അപ്പൊ അധികാരത്തിന് വേണ്ടിയോ സ്ഥാനത്തിന് വേണ്ടിയോ ഒന്നുമല്ല, ആത്മാർത്ഥമായി ജീവിതം തന്നെ സമൂഹത്തിന് സംഭാവന ചെയ്ത ഒരുപാട് പേരുടെ നാടാണ് നമ്മുടെ നാട്. തങ്ങളെ കാണുമ്പോൾ ഒക്കെ നല്ല പവറും പത്രാസും ഒക്കെയാണ്. യഥാർത്ഥത്തിൽ ഉള്ളി തുറന്നു നോക്കുന്നത് പോലെയാണ്, ഉള്ളിലൊന്നുമില്ല. ചടങ്ങിൽ KR നാരായണസ്വാമി അധ്യക്ഷനായി. DCC പ്രസിഡന്റ് A തങ്കപ്പൻ, മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CAMA കരീം, റിയാസ് മുക്കോളി, PA തങ്ങൾ, ET ഉമ്മർ, PK ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, KP വാപ്പുട്ടി, C സംഗീത തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് M രാമദാസ് സ്വാഗതവും M രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. കോൺഗ്രസ് പട്ടാമ്പി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടാമ്പി രാജപ്രസ്ഥം ഓഡിറ്റോറിയത്തിലായിരുന്നു അനുസ്മരണ സമ്മേളനം. തങ്ങളുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ നിരവധി പേർ അനുസ്മരണത്തിൽ പങ്കെടുത്തു.
ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. തൃശൂർ പുത്തൂർ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. NDRFും ഫയർഫോഴ്സും നടത്തിയ തിരച്ചിലിൽ 4 ദിവസത്തിന് ശേഷമാണ് മൃതദേഹം കണ്ടെത്തിയത്. പുത്തൂർ കൈനൂർ സ്വദേശി കാരാട്ടുപറമ്പിൽ തിലകന്റെ മകൻ 24 വയസ്സുള്ള അഖിലാണ് മരിച്ചത്. പുത്തൂർ പുഴയിലെ കോലത്തുകടവിൽ മരച്ചില്ലയിൽ തടഞ്ഞു നിൽക്കുകയായിരുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ 30-നാണ് അഖിൽ കൈനൂരിലെ വീട്ടിലേക്ക് നടന്നു പോകുന്നതിനിടെ കൈനൂർ റോഡിലെ വെള്ളക്കെട്ടിൽ ഒഴുക്കിൽപ്പെട്ടത്. തൃശൂരിലെ ബൈക്ക് ഷോറൂം ജീവനക്കാരനായ യുവാവ് വീടിന് സമീപം വെള്ളം കയറിയതറിഞ്ഞ് വീട്ടിലേക്ക് പോകും വഴിയാണ് അപകടമുണ്ടായത്. പുത്തൂർ കൈനൂർ റോഡിലൂടെ പോകുമ്പോൾ ശക്തമായ കുത്തൊഴുക്കിൽപ്പെടുകയായിരുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതോടെ അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തിയെങ്കിലും ശക്തമായ കുത്തൊഴുക്ക് പ്രതിസന്ധിയായി. ഏറെ നേരം തിരച്ചിൽ നടത്തിയെങ്കിലും അഖിലിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർച്ചയായി 4 ദിവസം പ്രദേശത്ത് തിരച്ചിൽ നടത്തിയിട്ടും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് NDRFും ഫയർഫോഴ്സ് സ്കൂബ സംഘവും രാവിലെ മുതൽ നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ വാടാനംകുറിശി മേഞ്ചിത്തറ പ്രദേശത്ത് കോറികൾ പ്രവർത്തിക്കുന്ന ഭാഗത്തു നിന്ന് ഉഗ്രശബ്ദം ഉയർന്നത് പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തി. കോറികൾ പ്രവർത്തിക്കുന്ന കുന്നിൽ നിന്ന് രാത്രി 1 മണിയോടെയാണ് പ്രകമ്പനമുണ്ടായത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ 12-ാം വാർഡിലെ വാടാനംകുറിശി മേഞ്ചിത്തറ പ്രദേശത്ത് നിന്നാണ് രാത്രി 1 മണിയോടെ പ്രദേശവാസികൾ വലിയ ശബ്ദം കേട്ടത്. മേഖലയിലെ കുന്നിൽ പ്രവർത്തിക്കുന്ന കോറികൾക്കരികിൽ നിന്നാണ് ഉഗ്രശബ്ദമുണ്ടായതെന്ന് നാട്ടുകാർ പറഞ്ഞു. ഇതോടെ ജനങ്ങൾ പരിഭ്രാന്തരായി. എല്ലാവരും വീടുകളിൽ നിന്ന് പുറത്തിറങ്ങി ഒത്തുകൂടി. വിവരമറിയിച്ചതിനെ തുടർന്ന് തദ്ദേശ സാരഥികൾ, ഷൊർണൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം, പട്ടാമ്പി തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘം എന്നിവർ സ്ഥലത്തെത്തി. വിശദ പരിശോധനയ്ക്കായി രാവിലെ മൈനിങ് ആൻഡ് ജിയോളജി ജില്ലാ ഓഫീസർ വിനോദിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം കുന്നിലും കോറികളിലും പരിശോധന നടത്തി. രാത്രിയിലുണ്ടായ സംഭവത്തെക്കുറിച്ച് ഉദ്യോഗസ്ഥർ നാട്ടുകാരുമായി സംസാരിച്ചു. ഓങ്ങല്ലൂർ പഞ്ചായത്ത് സാരഥികൾ, റവന്യൂ ഉദ്യോഗസ്ഥർ, പോലീസ് എന്നിവർ പരിശോധന സംഘത്തിലുണ്ടായിരുന്നു. വിഷയത്തിൽ ജിയോളജി വകുപ്പിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് പറഞ്ഞു. ഈ കോറികൾ പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ടായ ശബ്ദമാണോ എന്നുള്ളതിന്റെ ഒരു സംശയം ബലപ്പെട്ട സാഹചര്യത്തിൽ ജിയോളജിസ്റ്റിനെയും അതോടൊപ്പം തഹസിൽദാരെയും എല്ലാം വിവരം അറിയിച്ചു. അവർ ഇന്ന് രാവിലെ കാലത്ത് തന്നെ ഇവിടെ എത്തുകയും ജിയോളജിസ്റ്റും തഹസിൽദാരും മറ്റു പോലീസിന്റെ ഒക്കെ സഹായത്തോടു കൂടി ഇവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്തിൽ നിന്നും ഇവിടെ പ്രസിഡന്റ് അടക്കം ഞങ്ങളെല്ലാവരും ഇവിടെ എത്തി ഇവിടെ പരിശോധന നടത്തുകയും ഈ കോറി പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള വല്ല ഭൂചലനോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള വിഷയങ്ങളാണോ എന്ന് പരിശോധിച്ച് ജിയോളജിസ്റ്റും മറ്റും തരുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ എടുക്കാനാണ് ആലോചിച്ചിരിക്കുന്നത്. പ്രദേശത്തെ കുന്നിൽ നിരവധി കോറികളാണ് പ്രവർത്തിക്കുന്നത്. അനിയന്ത്രിതമായുള്ള കോറികളുടെ പ്രവർത്തനത്തിനെതിരെ വർഷങ്ങളായി പരാതി പറയുന്നുണ്ടെങ്കിലും നടപടി ഉണ്ടാവുന്നില്ലെന്നാണ് ആക്ഷേപം. നാട്ടുകാരെ ആശങ്കയിലാക്കി ജനജീവിതം ദുസ്സഹമാക്കി നിലകൊള്ളുന്ന കോറികൾ നിർത്തലാക്കി വലിയൊരു ദുരന്തത്തിൽ നിന്ന് ഒരു നാടിനെ രക്ഷിക്കണമെന്നാണ് ജനങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പിതൃമോക്ഷം തേടി കർക്കിടക വാവ് ബലിക്കായി തൃശൂർ, പാലക്കാട് ജില്ലകളിലെ വിവിധ പുണ്യകേന്ദ്രങ്ങളിൽ എത്തിയത് ആയിരങ്ങൾ. ആറാട്ടുപുഴ മന്ദാരംകടവിൽ 100 കണക്കിന് ആളുകൾ ബലിതർപ്പണം നടത്തി. 30 കോടി ദേവീ ദേവന്മാർ ആറാടുന്നതായി വിശ്വസിക്കപ്പെടുന്ന മന്ദാരംകടവിലെ പിതൃതർപ്പണ ചടങ്ങുകൾ ഭക്തി നിർഭരമായി. പുലർച്ചെ 12:30 മുതൽ രാവിലെ 10 മണി വരെയായിരുന്നു ആറാട്ടുപുഴയിൽ ബലിതർപ്പണം. ബലിതർപ്പണത്തിനാവശ്യമായ സാധന സാമഗ്രികളും കർമ്മികളും കടവിൽ ലഭ്യമായിരുന്നു. തിലഹോമം, കൂവളപ്പറ, എള്ളുതിരി, പുഷ്പാഞ്ജലി എന്നിവ നടത്തുന്നതിനുള്ള സൗകര്യവും കടവിൽ ഒരുക്കി. ബലിതർപ്പണത്തിനെത്തുന്ന എല്ലാവർക്കും കടവിൽ ലഘുഭക്ഷണവും സജ്ജമായിരുന്നു. മാപ്രാണം സുരേഷ് ശാന്തിയും സന്തോഷ് ഇളയത് കുറ്റൂരും കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. കരുവന്നൂർ പുഴ നിറഞ്ഞു കവിഞ്ഞ് മന്ദാരംകടവ് മുങ്ങിയിരുന്നതിനാൽ ബണ്ട് റോഡിലാണ് ബലിതർപ്പണത്തിനുള്ള സൗകര്യം ഒരുക്കിയിരുന്നത്. പുഴയിൽ വെള്ളമുയർന്നതിനാൽ ഇരിങ്ങാലക്കുട ഫയർഫോഴ്സിന്റെ പ്രത്യേക സംഘവും കടവിൽ മുഴുവൻ സമയവും നിർദ്ദേശങ്ങളുമായി ഉണ്ടായിരുന്നു. പോലീസും സ്ഥലത്ത് സുരക്ഷയൊരുക്കി. ജില്ലയിലെ ബലിതർപ്പണത്തിന് പേരുകേട്ട ക്ഷേത്രങ്ങളായ കൂർക്കഞ്ചേരി ശ്രീ മഹേശ്വര ക്ഷേത്രം, പുഴയ്ക്കൽ ശാസ്താക്ഷേത്രം എന്നിവിടങ്ങളിലും ചാവക്കാട് പഞ്ചവടി തീരം, ചെറുതുരുത്തി ഭാരതപ്പുഴ തീരം എന്നിവിടങ്ങളിലും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ ഇവിടെയെല്ലാം വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടുതലായതിനാൽ കനത്ത സുരക്ഷയും ഏർപ്പെടുത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
പിതൃമോക്ഷം തേടി ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി തർപ്പണത്തിനായി എത്തിയത് ആയിരങ്ങൾ. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവർക്കായുള്ള പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷമാണ് ക്ഷേത്രത്തിലെ പിതൃതർപ്പണ കർമ്മങ്ങൾക്ക് തുടക്കമായത്. പുലർച്ചെ 3 മണിക്ക് ക്ഷേത്രത്തിൽ ആരംഭിച്ച പിതൃതർപ്പണ കർമ്മങ്ങൾക്ക് ആചാര്യന്മാരായ മണികണ്ഠൻ, രാജേഷ് എന്നിവർ നേതൃത്വം നൽകി. കർക്കിടക വാവുബലി പിതൃതർപ്പണ കർമ്മങ്ങൾക്കായി ക്ഷേത്രം ട്രസ്റ്റ് വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരുന്നത്. നമോ നമ ആ ബ്രഹ്മണോയെ പിതൃവംശ ജാതേ മാതൃസ്തദാ വംശ ഭവാമദീയ മിത്രാണി സഖ്യം പശവശ്ച അധൃതശ്ച സ്വധൃതശ്ച കൃതോപകാര ഏ ജന്മാന്തരേ മമ സംഗതാശ്ച തേഭ്യോ നിത്യം പിണ്ടബലിം. ഭാരതപ്പുഴയിലെ കനത്ത ഒഴുക്കിനെ തുടർന്ന് പുഴയിലിറങ്ങി കുളിക്കാനായി ഭക്തരെ പോലീസ് അനുവദിച്ചില്ല. ക്ഷേത്രത്തിൽ പിതൃതർപ്പണ കർമ്മങ്ങൾക്കായി എത്തുന്നവർക്കായി പ്രത്യേക ഷവർ ബാത്ത് സൗകര്യം ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നു. കൂടാതെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം വസ്ത്രം മാറാനുള്ള സൗകര്യവും സജ്ജമാക്കിയിരുന്നു. കൂടാതെ ഡോക്ടറുടെയും ആംബുലൻസ് സേവനവും ക്ഷേത്രത്തിൽ സജ്ജീകരിച്ചിരുന്നു. പിതൃതർപ്പണ കർമ്മങ്ങൾക്കായി എത്തിയവർക്ക് ലഘുഭക്ഷണവും നൽകി. ക്ഷേത്രത്തിൽ 5000-ഓളം പേർക്ക് പിതൃതർപ്പണ കർമ്മങ്ങൾ ചെയ്യാനുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് ക്ഷേത്രം ഭാരവാഹികളായ മാനേജർ എം.എ. രാജു, ചെയർമാൻ രാമു ചേത്തനാഥ്, ആചാര്യൻ മണികണ്ഠൻ തുടങ്ങിയവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ചെറുതുരുത്തി പുതുശ്ശേരി മിത്രാനന്തപുരം ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി തർപ്പണം നടന്നു. ആചാര്യൻ സുനിൽ ശർമ്മയുടെ നേതൃത്വത്തിലാണ് പിതൃതർപ്പണ കർമ്മങ്ങൾ നടന്നത്. ക്ഷേത്രത്തിലെ പിതൃതർപ്പണ ചടങ്ങ് 2 ദിവസങ്ങളിലായി ക്രമീകരിച്ചതിനാൽ ക്ഷേത്രത്തിൽ പിതൃതർപ്പണ കർമ്മങ്ങൾക്കായി എത്തിയവരുടെ തിരക്ക് കുറവായിരുന്നു. ക്ഷേത്രം പൂജാരി പാഞ്ഞാൽ തോട്ടത്തിൽ മന ശിവശങ്കരൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ മഹാതിലകഹോമവും പിതൃസായുജ്യ പൂജാകർമ്മങ്ങളും നടന്നു. ആചാര്യൻ സുനിൽ ശർമ്മയുടെ നേതൃത്വത്തിൽ വയനാട്ടെ പ്രളയ ദുരിതത്തിൽ ജീവൻ പൊലിഞ്ഞവർക്കായി പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. ഇക്കൊല്ലത്തെ ഈ വാവുബലി തർപ്പണത്തിൻ്റെ ചടങ്ങ് തുടക്കം കുറിച്ചതിന് ലോകത്തെ മുഴുവൻ സങ്കടത്തിലാക്കിയ, വിഷമത്തിലാക്കി തീർത്ത ഈ വയനാട് ദുരിതത്തിൽ സംഭവിച്ച എല്ലാ പിതൃക്കൾക്കും മോക്ഷപ്രാപ്തിക്ക് വേണ്ടി എല്ലാ തിരുഹോമം മഹാപൂജയോടുകൂടിയാണ് ഈ കൊല്ലം ഉത്രാമത്തെ അമ്പലത്തിലെ വാവിനോടനുബന്ധിച്ചുള്ള എല്ലാ ചടങ്ങുകളും തുടങ്ങിയിരിക്കുന്നത്. പിന്നെ ഒരു സംശയം ജനങ്ങൾക്ക് വന്നിട്ടുള്ളത്, ഇന്നും നാളെയും വാവുണ്ടോയെന്ന് വെച്ചൊരു സംശയം വരുന്നുണ്ടായി. അപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളും ഈ ചടങ്ങ് നടത്തുന്ന ഇന്നാണ്. പക്ഷെ നാളെ എന്ന് വെച്ചാൽ ഒരു സംശയത്തിൻ്റെ മുകളിൽ ഒരു സ്വല്പം തിരക്ക് കുറവ് അനുഭവപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങളെ ബന്ധപ്പെട്ടുള്ള എല്ലാവർക്കും ഞങ്ങൾ നിർദ്ദേശം തന്നെ നൽകിയിട്ടുള്ളതാണ്. തുടർന്ന് ക്ഷേത്രത്തിൽ പൈങ്കുളം രാമകൃഷ്ണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ ദാരികവധ പാട്ടും നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ 5ാം വാർഷികത്തിന്റെ ഭാഗമായി ഇനി ഞങ്ങളും പറയാമെന്ന തലക്കെട്ടോടെ റിവർ യൂത്ത് പാർലമെന്റ് നടത്തി. ഷൊർണൂർ കള്ളിപ്പാടം കാർമൽ സ്കൂളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ എം.കെ. ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. നിളയോരത്തെ യുവജന സംഘടനകൾ, സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ എന്നിവരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇനി ഞങ്ങളും പറയാം എന്ന തലക്കെട്ടിൽ ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ റിവർ യൂത്ത് പാർലമെന്റ് സംഘടിപ്പിച്ചത്. ഭാരതപ്പുഴയുടെ പുനരുജ്ജീവനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവതരിപ്പിക്കാനും ചർച്ചകൾ നയിക്കാനും അഭിപ്രായങ്ങൾ അറിയിക്കാനുമുള്ള അവസരം ഒരുക്കുകയായിരുന്നു ലക്ഷ്യം. റിവർ യൂത്ത് പാർലമെന്റ് ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം.കെ. ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ നോക്കൂ, മനുഷ്യന്റെ ജീവിതത്തിലെ ഓരോ ഘട്ടവും കടന്നു പോകുന്നത് പ്രകൃതിയെ കീഴ്പ്പെടുത്തിക്കൊണ്ടു അല്ല എന്നാർക്കെങ്കിലും പറയാൻ സാധിക്കും. ഇന്ന് ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള മുതലാളിമാരിൽ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള അദാനിയായാലും അംബാനിയായാലും അതിന് താഴെയുള്ള ഞാനായാലും നിങ്ങളായാലും ഇത് ജീവിക്കുന്നത് പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ട് ഒരാൾക്ക് വിജയിക്കുന്നു. പ്രകൃതിയിൽ നിന്നാണ് നമ്മൾ ലാഭം അല്ലേ? ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ അഡ്മിനിസ്ട്രേഷൻ ജോയിന്റ് സെക്രട്ടറി ഇ.എം. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഷൊർണൂർ ചാപ്റ്റർ കോർഡിനേറ്റർ രവീന്ദ്രൻ തടത്തിൽ സ്വാഗതം പറഞ്ഞു.
ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ ജനറൽ സെക്രട്ടറി വിനോദ് എം നമ്പ്യാർ വിഷയം അവതരിപ്പിച്ചു. കാർമൽ സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ ഫാദർ പോൾ മാത്യു വിശിഷ്ടാതിഥിയായിരുന്നു. കേരള പ്ലാനിംഗ് ബോർഡ് വർക്കിംഗ് ഗ്രൂപ്പ് അംഗം ഡോക്ടർ വി പ്രേമചന്ദ്രൻ, ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ ചാപ്റ്റർ ആക്ഷൻസ് ജോയിന്റ് സെക്രട്ടറി എ ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണൂർ പള്ളിപ്പടി മങ്കര റോഡിന്റെ ശോച്യാവസ്ഥയ്ക്കെതിരെ മുസ്ലിം ലീഗ് മണ്ണൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഉപവാസ സമരം സമാപിച്ചു. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അംഗം വി എം അൻവർ സാദിഖിന്റെ നേതൃത്വത്തിലാണ് ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചത്. മുസ്ലിം ലീഗ് ആദ്യകാല പ്രവർത്തകനും നേതാവുമായിരുന്ന കെ എസ് സുലൈമാൻകുട്ടി പഞ്ചായത്ത് അംഗം വി എം അൻവർ സാദിഖിന് നാരങ്ങാവെള്ളം നൽകിയതോടെയാണ് ഏകദിന ഉപവാസത്തിന് സമാപനം കുറിച്ചത്. വിവിധ സംഘടനാ നേതാക്കൾ, പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ, നാട്ടുകാർ, സംസ്ഥാന, ജില്ലാ, മണ്ഡലം മുസ്ലിം ലീഗ് നേതാക്കൾ തുടങ്ങിയവരെല്ലാം തന്നെ സമരപന്തലിലെത്തി ഉപവാസ സമരത്തിന് ഐക്യദാർഢ്യവും അഭിവാദ്യവും അർപ്പിച്ചു. 60ഓളം പേർ ഉപവാസത്തിൽ പങ്കെടുത്തു. സമാപന ചടങ്ങിൽ വി എം അൻവർ സാദിഖ് അധ്യക്ഷനായി. അതുപോലെ ഒരുപാട് വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്ന, ഒരുപാട് രോഗികൾ സഞ്ചരിക്കുന്ന ഈ റോഡ് ഒന്ന് നിങ്ങൾ പുനർനിർമ്മിച്ചു തരണേ എന്ന് ഞങ്ങൾ വളരെ താഴ്മയോടുകൂടി ഈ അധികാരി വർഗങ്ങളോട് ഞങ്ങൾ സംസാരിക്കുകയുണ്ടായി. ഞങ്ങൾ അവരോട് നിയമപരമായി എല്ലാ രീതിയിലും ഞങ്ങൾ അവർക്ക് നിവേദനം കൊടുക്കുകയുണ്ടായി. മുസ്ലിം ലീഗ് സംസ്ഥാന സമിതി അംഗം പി കെ അബ്ദുള്ളക്കുട്ടി, കരിമ്പ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ട്രഷറർ അലവി വാലിക്കോട്, പ്രവാസി ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ഹമീദ് ഹാജി, പ്രവാസി ലീഗ് കോങ്ങാട് മണ്ഡലം പ്രസിഡന്റ് പി എച്ച് ഹനീഫ, സെക്രട്ടറി ബഷീർ കണ്ണിച്ചാൽ, മണ്ണൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം ശിവപ്രകാശ്, കെ എസ് സുലൈമാൻകുട്ടി, കെ എം അബ്ദുൽ ഹക്കീം, കെ പി മുനീർ, പി എം സാദിഖ് അലി, പഞ്ചായത്ത് അംഗം പി യു റജുല തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കനത്ത മഴയെ തുടർന്ന് വെള്ളം കയറിയ പറളി മേഖലയിലെ വിവിധ പ്രദേശങ്ങളും തടയണയും വെൽഫെയർ പാർട്ടി ജില്ലാ ഭാരവാഹികൾ സന്ദർശിച്ചു. വീടുകളിൽ വെള്ളം കയറി ജനജീവിതം ദുസ്സഹമാക്കിയത് തടയണയുടെ അശാസ്ത്രീയമായ നിർമ്മാണം മൂലമാണെന്ന് ഭാരവാഹികൾ ആരോപിച്ചു. ഓരോ വർഷക്കാലത്തും പറളി പഴയ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ വീടുകളിൽ വെള്ളം കയറുന്നതും ജനജീവിതം ദുരിതമാകാനുമുള്ള പ്രധാന കാരണം ഭാരതപ്പുഴയിൽ അശാസ്ത്രീയമായി നിർമ്മിച്ച തടയണയാണെന്നും ദുരന്ത നിവാരണ സമിതിയും മൈനർ ഇറിഗേഷൻ വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജനപ്രതിനിധികളും ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് പ്രശ്നം പരിഹരിക്കണമെന്നും പറളിയിലെ പ്രളയബാധിത പ്രദേശത്തെ വീടുകളും തടയണയും സന്ദർശിച്ച ശേഷം വെൽഫെയർ പാർട്ടി ജില്ലാ നേതാക്കൾ ആവശ്യപ്പെട്ടു. പറളി പഴയ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴയിൽ പുഴ കരകവിഞ്ഞ് വീടുകളിൽ വെള്ളം കയറിയ അന്തേവാസികളെ സന്ദർശിക്കാൻ എത്തിയതായിരുന്നു നേതാക്കൾ. തടയണയുടെ ഉയരപരിധി പുനഃപരിശോധിക്കുക, പുഴയിൽ നിന്നും വെള്ളം കയറുന്നത് തടയാൻ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സർക്കാർ പരിഗണിക്കണമെന്നും ആവശ്യപ്പെട്ടു. വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് അബു ഫൈസൽ, ജില്ലാ ജനറൽ സെക്രട്ടറി മോഹൻദാസ് പറളി, പാലക്കാട് നഗരസഭാ കൗൺസിലറും വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റുമായ എം സുലൈമാൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് എം ദിൽഷാദ് അലി, ജില്ലാ സെക്രട്ടറി റിയാസ് ഖാലിദ്, കോങ്ങാട് നിയോജകമണ്ഡലം പ്രസിഡന്റ് കരീം പറളി എന്നിവർ സന്ദർശന സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിലെ കിള്ളിമംഗലം സർക്കാർ യു പി സ്കൂളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർക്ക് സഹായഹസ്തവുമായി പ്രശസ്ത സിനിമാ താരം ഗോവിന്ദ് പത്മസൂര്യ. ക്യാമ്പിൽ കഴിയുന്ന 25ഓളം കുടുംബങ്ങൾക്കുള്ള ആവശ്യ സാധനങ്ങളാണ് ക്യാമ്പിൽ നേരിട്ടെത്തി കുടുംബാംഗങ്ങൾക്ക് കൈമാറിയത്. വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെയായിരുന്നു പ്രശസ്ത സിനിമാ താരം ഗോവിന്ദ് പത്മസൂര്യ ക്യാമ്പ് സന്ദർശിച്ചത്. കാലവർഷക്കെടുതി ഏൽപ്പിച്ച സമ്മർദ്ദത്തിന്റെ പിരിമുറുക്കത്തിലായിരുന്ന ക്യാമ്പിലെ അന്തേവാസികൾക്ക് താരത്തിന്റെ സന്ദർശനം പുതു ഊർജം നൽകുന്നതായിരുന്നു. ക്യാമ്പിലെ 76ഓളം അന്തേവാസികൾക്കൊപ്പം ഏറെ നേരം ചിലവഴിച്ച ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ, വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ ഉണ്ണികൃഷ്ണൻ, മറ്റു ജനപ്രതിനിധികൾ തുടങ്ങിയവർ സന്ദർശന വേളയിൽ ഗോവിന്ദ് പത്മസൂര്യയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കളഞ്ഞുകിട്ടിയ 15 പവൻ സ്വർണം ഉടമയ്ക്ക് തിരിച്ചു നൽകി തനി തങ്കമായി റെയിൽവേ ജീവനക്കാരി. മങ്കര കുനിയമ്പാടം സ്വദേശിനി ശില്പയാണ് ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ തനിക്ക് റോഡിൽ നിന്ന് ലഭിച്ച സ്വർണ്ണാഭരണങ്ങൾ അടങ്ങിയ ബാഗ് ഉടമയ്ക്ക് തിരിച്ചു നൽകി മാതൃകയായത്. ശനിയാഴ്ച രാവിലെ 6:30 ജോലി കഴിഞ്ഞ് തിരിച്ചു മങ്കരയിലേക്ക് സ്കൂട്ടറിൽ മടങ്ങുമ്പോഴാണ് വെള്ളറോഡ് ബാങ്കിന് സമീപം വെച്ച് സ്വർണ്ണമടങ്ങുന്ന ബാഗ് റോഡിൽ നിന്നും കളഞ്ഞു കിട്ടിയത്. ഇതിനിടെ കാളികാവ് പുഴയ്ക്ക് സമീപം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ ഇവരുടെ അടുക്കൽ സ്വർണവും പേഴ്സും നഷ്ടപ്പെട്ട വിവരം അറിയിച്ച്
ബൈക്ക് യാത്രക്കാരി പരാതിപ്പെട്ടിരുന്നു. വടക്കഞ്ചേരി ആയക്കാട് അഴിയത്തുപാടം ശിവദാസന്റെ ഭാര്യയുടേതാണ് ബാഗ് നഷ്ടപ്പെട്ടത്. കാളികാവിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ASI മണികണ്ഠൻ, പോലീസുകാരായ ലീല ബാലകൃഷ്ണൻ, ബഷീർ എന്നിവർ CI പ്രതാപനുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ട ഫോണിന്റെ ടവർ ലൊക്കേഷൻ കണ്ടെത്തുന്നതിനിടെ ശില്പ ബാഗ് കൈമാറുകയായിരുന്നു. ഞങ്ങൾ രാവിലെ നമ്മുടെ കൂട്ടുകാരൻ്റെ മോൻ്റെ ഒരു ഹോസ്പിറ്റൽ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഒരു 6 മണിക്ക് യാത്ര തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ കൂട്ടുകാരനായ ബാബു ഉണ്ട്, ഈ നിൽക്കുന്ന പുള്ളിയാണ്. പുള്ളിയുടെ വൈഫ് വർക്ക് ചെയ്യുന്നത് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ പുള്ളിക്കാരി മങ്കര താവളത്തിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ചു. അപ്പോൾ ഞങ്ങൾ മങ്കര വെള്ള റോഡ് പോയിട്ട് അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് പുള്ളിക്കാരത്തി വരുന്ന വഴിക്ക് ATM ബാങ്കിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഒരു പേഴ്സും ഇതുപോലെ തന്നെ ഒരു മൊബൈലും കിടക്കുന്നത് കണ്ട് അതെടുത്ത് ഞങ്ങളെ വന്ന് ഏൽപ്പിച്ചു. എന്നിട്ട് ഞങ്ങളത് തിരിച്ചേൽപ്പിക്കാനുള്ള ഒരു ബന്ധപ്പാടിലും അതുപോലെ തന്നെ ഞങ്ങൾക്ക് 10 മണിക്ക് കോയമ്പത്തൂർ ഗംഗാ ഹോസ്പിറ്റലിൽ അപ്പോയിൻമെൻ്റ് ഉള്ളത് കാരണം കൊണ്ട് ഞങ്ങളത് കുറച്ച് ദൂരം കൂടി യാത്ര ചെയ്യുമ്പോഴേക്കും അതിൽ കോൾ വന്നു. കോളെടുത്തു. അത് അവർ ഉടമസ്ഥയിലുള്ള കുടുംബക്കാരൻ്റെ ആയിരുന്നു. ഞങ്ങളപ്പോൾ അത് തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു സാധനം ഞങ്ങളുടെ കയ്യിലുണ്ട്, സേഫാണ്, ഞങ്ങൾ എത്രയും പെട്ടെന്ന് തിരിച്ചു തരാനുള്ള നടപടികളൊക്കെ നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ അവർ സ്റ്റേഷനിൽ പോയി റിപ്പോർട്ട് ചെയ്തു. അങ്ങനെ സ്റ്റേഷനിൽ SI ഉദയകുമാർ സാറാണെന്ന് തോന്നുന്നു വിളിച്ച് സാർക്ക് അത് ഞങ്ങൾ തിരിച്ചു കൊടുത്തു. 15ഓളം പവനും ഒരു മൊബൈലും കുറച്ച് പൈസയും ഉണ്ടായിരുന്നു. ബാഗ് തിരിച്ചു നൽകാൻ മാതൃക കാട്ടിയ റെയിൽവേ ജീവനക്കാരിയെ മങ്കര പോലീസ് അഭിനന്ദിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും വ്യത്യസ്തമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കോൺഗ്രസുകാർ നാടിനും ജനങ്ങൾക്കുമൊപ്പം നിലകൊള്ളണം. KSBA തങ്ങളുടെ സ്ഥാനം ജനഹൃദയങ്ങളിൽ. പട്ടാമ്പിയിൽ KSBA തങ്ങൾ അനുസ്മരണ സമ്മേളനം. വടാനംകുറിശി മീഞ്ചിത്തറ പ്രദേശത്തെ ക്വാറി പ്രവർത്തനം നിരോധിക്കണമെന്ന ആവശ്യം ശക്തം. ക്വാറി പ്രവർത്തിക്കുന്ന കുന്നിൻ മുകളിൽ നിന്ന് കഴിഞ്ഞ രാത്രി ഉഗ്രശബ്ദം കേട്ട് ഞെട്ടിയുണർന്നതായി നാട്ടുകാർ. മൈനിങ് ആൻഡ് ജിയോളജി, റവന്യൂ വകുപ്പുകൾ സ്ഥലത്ത് പരിശോധന ആരംഭിച്ചു. പരിശോധന പഞ്ചായത്ത് അധികൃതരുടെയും പോലീസിന്റെയും സാന്നിധ്യത്തിൽ. ഷൊർണൂരിൽ ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴയുടെ റിവർ യൂത്ത് പാർലമെന്റ്. നിളയോരത്തെ യുവജന സംഘടനകളെയും വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ച് യൂത്ത് പാർലമെന്റ് നടത്തിയത് സംഘടനയുടെ 5ാം വാർഷികത്തോടനുബന്ധിച്ച്. ഭാരതപ്പുഴ പുനരുജ്ജീവനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തു. പിതൃസ്മരണയിൽ കർക്കിടക വാവുബലി തർപ്പണം. പാലക്കാട്, തൃശൂർ ജില്ലകളിലെ പുണ്യകേന്ദ്രങ്ങളിൽ ആയിരങ്ങൾ ബലിതർപ്പണം നടത്തി. പുലർച്ചെ ആരംഭിച്ച ചടങ്ങുകൾക്ക് സമാപനമായത് രാവിലെ 10:30-ഓടെ. പ്രതികൂല കാലാവസ്ഥയിൽ നദീതീരങ്ങളിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത് കനത്ത സുരക്ഷാ സംവിധാനങ്ങളോടെ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.